എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയെഴുത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഷഹ്റസാദ് കഥ തുടർന്നു. അങ്ങനെ രാജാവിൻ്റെ കൽപ്പനപ്രകാരം തുന്നൽക്കാരൻ തൻ്റെ കഥ പറയാൻ തുടങ്ങി. മഹാരാജാവേ, കൂനനെ കാണുന്നതിന് മുമ്പ് ഞാനൊരു വിവാഹസദ്യയിൽ പങ്കെടുത്തിരുന്നു. എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളുടേതായിരുന്നു ആ വിവാഹം. നഗരത്തിൽ വിവിധ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്ന പ്രഗത്ഭരായ പലരും ആ അതിഥികളിൽ ഉൾപ്പെട്ടിരുന്നു. കരകൗശലക്കാരും തയ്യൽക്കാരും നെയ്ത്തുകാരും ആശാരിമാരും എല്ലാം അതിലുണ്ടായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ബാഗ്ദാദുകാരനായ ഒരു വിദേശി യുവാവിനൊപ്പം ഗൃഹനാഥൻ അവിടേക്ക് വന്നു. മനോഹരമായി വസ്ത്രം ധരിച്ചിരുന്ന ആ യുവാവ് അതിസുന്ദരനാണെങ്കിലും ഒരു കാലിന് മുടന്തുണ്ട്. എല്ലാവരെയും വന്ദിച്ചിട്ട് ആഹാരം കഴിക്കാനിരുന്ന അയാളുടെ മുഖം പെട്ടെന്ന് വിവരണമായി. എഴുന്നേറ്റ് പുറത്തേക്ക് നടന്ന അയാളോട് ആതിഥേയനും മറ്റുള്ളവരും ചോദിച്ചു, എന്താണിങ്ങനെ പിണങ്ങിപ്പോകുന്നത്? കാര്യമെന്താണെന്ന് പറയൂ. ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുത്, യുവാവ് പറഞ്ഞു. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ സാന്നിധ്യം എനിക്ക് ഹിതകരമല്ല. അതാ ആ ക്ഷുരകനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കേട്ട് ഞങ്ങൾ അയാളോട് ചോദിച്ചു, ബാഗ്ദാദുകാരനായ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ക്ഷുരകനോട് ദേഷ്യം? അതിനുള്ള കാരണം വിശദീകരിച്ചാലും. മാന്യരെ, ഞാൻ മുടന്തനായത് ഈ ദ്രോഹി കാരണമാണ്. ഇവൻ്റെ കൺമുന്നിൽ പോലും പെട്ടുപോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇവൻ്റെ സാമീപ്യം ഒഴിവാക്കാനാണ് ഞാൻ ബാഗ്ദാദ് വിട്ടത്. ഇവിടെയും അവൻ എത്തിയിരിക്കുന്നു. ഞാനിതാ ഈ നിമിഷം ഇവിടെ നിന്ന് പോവുകയാണ്. ഇതുകേട്ട ക്ഷുരകന്റെ മുഖം വിളറിയെങ്കിലും അയാൾ ഒരക്ഷരം മിണ്ടിയില്ല. ഞങ്ങളുടെ ആവശ്യപ്രകാരം യുവാവ് ആ സംഭവം വിവരിച്ചു. കൂട്ടുകാരെ, എൻ്റെ അച്ഛൻ ബാഗ്ദാദിലെ ഏറ്റവും പ്രമുഖരായ വ്യാപാരികളിൽ ഒരാളായിരുന്നു. സർവശക്തനായ അള്ളാഹ് അദ്ദേഹത്തിന് മകനായി എന്നെ മാത്രമേ അനുഗ്രഹിച്ചു നൽകിയുള്ളൂ. ഞാൻ വളർന്നു വലുതായി യുവാവായപ്പോൾ അച്ഛൻ മരിച്ചു. എല്ലാ സമ്പത്തും എന്നിൽ വന്നു ചേർന്നു. ഞാൻ ഭംഗിയായി വസ്ത്രധാരണം ചെയ്ത് നല്ല ഭക്ഷണം കഴിച്ച് സുഖമായി ജീവിച്ചു. അള്ളാഹ് ഒരു സ്ത്രീ വിദ്വേഷിയായാണ് എന്നെ വളർത്തിയത്. സ്ത്രീകളെ എനിക്ക് ഭയമായിരുന്നു. അവരെ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഒരു ദിവസം ബാഗ്ദാദിലെ തെരുവിൽ ഞാൻ നടക്കുമ്പോൾ ഒരു പറ്റം സ്ത്രീകൾ എതിരെ വന്നു. അവരെ ഒഴിവാക്കാൻ പെട്ടെന്ന് ഞാനൊരു ഇടവഴിയിലേക്ക് തിരിഞ്ഞു. പാതവക്കിലൊരു ബെഞ്ചിൽ ഞാൻ ഇരുന്നു. അപ്പോൾ നേരെ എതിർവശത്തുള്ള മാളികയിലെ ജനാല തുറന്ന് ഒരു യുവതി ജനാലപ്പടിയിൽ വെച്ചിരുന്ന ചെടികൾ നനയ്ക്കാൻ തുടങ്ങി. അവളുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെയും കൈകൾ സ്ഫടിക സദൃശമായും എനിക്ക് തോന്നി. ആ ദൃശ്യം അന്നുവരെ തോന്നാതിരുന്ന ഒരു വികാരം എന്നിൽ ജനിപ്പിച്ചു. ചെടികൾ നനച്ചിട്ട് ചുറ്റും നോക്കി അവൾ എന്നെ കണ്ടു. ആ നീണ്ട കണ്ണുകളിലെ നോട്ടം എൻ്റെ കണ്ണുകളിലുടക്കി. സ്ത്രീകളെ വെറുത്തിരുന്ന എൻ്റെ മനസ്സിൽ ആ സമയം മുതൽ അവളെക്കുറിച്ചുള്ള വികാരം മാത്രമായി. ഒരു സ്വപ്നാടനക്കാരനെ പോലെ സൂര്യൻ അസ്തമിക്കുന്നതുവരെ ജനാലയിൽ മിഴിനട്ട് ഞാനിരുന്നു. അപ്പോൾ നഗരത്തിലെ ന്യായാധിപൻ കുറേ അടിമകളുടെ അകമ്പടിയോടെ ആ വീട്ടിലേക്ക് വന്നു. പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ മകളാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ദുഃഖിതനായി വീട്ടിൽ ചെന്നു. ദുഃഖത്തിന് കാരണം ആരെയും അറിയിച്ചില്ല. പരിചാരികമാർ വന്ന് എൻ്റെ ചുറ്റും ഇരുന്നു. എന്നെ വേദനിപ്പിക്കുന്നത് എന്തെന്നറിയാതെ അവർ കരഞ്ഞു. എന്നാൽ ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അങ്ങോട്ട് കയറി വന്ന വൃദ്ധയായ ഒരു സ്ത്രീ ഒറ്റ നോട്ടത്തിന് എൻ്റെ വിഷാദ വിഷയം എന്താണെന്ന് പിടികിട്ടി. അവൾ എൻ്റെ തലക്കിലിരുന്ന് മൃദുവായി സംസാരിച്ചു. എൻ്റെ മോനെ, അതിനെക്കുറിച്ചെല്ലാം എന്നോട് തുറന്നു പറയൂ. അവളുമായി നിന്നെ കൂട്ടിയോജിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. അങ്ങനെ നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ അവളോട് വിശദീകരിച്ചു. മോനെ, ഇത് ബാഗ്ദാദിലെ ഖാസിയുടെ മകളാണ്. അവളെ ഏകാന്തതയിലാണ് അയാൾ പാർപ്പിച്ചിരിക്കുന്നത്. നീ കണ്ട ആ ജനാല അവളുടെ മുറിയുടേതാണ്. ആ ജനാലയുടെ താഴത്തെ നിലയിലാണ്
അവളുടെ അച്ഛൻ്റെ വിശാലമായ സ്വീകരണമുറി. അവൾ മിക്കപ്പോഴും ഒറ്റയ്ക്കായിരിക്കും അവിടെ. ഞാൻ അവളുടെ വീട് സന്ദർശിക്കാം. പതിവായി ഞാൻ അവിടെ പോകാറുണ്ട്. എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. ഇത്രയും പറഞ്ഞ് അവൾ സ്ഥലം വിട്ടു. അവൾ പറഞ്ഞത് കേട്ട് എൻ്റെ ഹൃദയം ആഹ്ലാദിച്ചു. എൻ്റെ ആളുകളും അതിൽ സന്തോഷിച്ചു. പിറ്റേന്ന് രാവിലെ ഊർജ്ജസ്വലതയോടെ ഞാൻ എഴുന്നേറ്റു. വൃദ്ധ വാക്കുപാലിച്ചു. പിറ്റേന്ന് തന്നെ അവർ വീണ്ടും വന്നു. പക്ഷേ അവരുടെ മുഖഭാവം കണ്ടപ്പോൾ പ്രത്യാശയ്ക്ക് വകയില്ലെന്ന് തോന്നി. ഇത്തരം കാര്യങ്ങളിൽ ആദ്യ ശ്രമം വിജയിക്കാൻ എളുപ്പമല്ലെന്ന് എനിക്കറിയാം. വൃദ്ധ പറഞ്ഞു, എൻ്റെ കുട്ടി എന്തുണ്ടായി എന്നോട് ചോദിക്കരുത്. ഇപ്പോഴും എൻ്റെ കാലുകൾ വിറയ്ക്കുന്നു. പെൺകുട്ടിയോട് ഞാൻ കാര്യം പറഞ്ഞു തുടങ്ങിയതേയുള്ളൂ. അപ്പോഴേക്കും അവൾ ശകാരവർഷം തുടങ്ങി. ഒരുവിധം ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. സാരല്ല, ഇനിയും അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ എൻ്റെ മനോവേദന വർദ്ധിച്ചു. വീണ്ടും ഞാൻ കിടപ്പിലായി. ഭക്ഷണം തീരെ ഉപേക്ഷിച്ചു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വൃദ്ധ വന്നു. ഇത്തവണ ചിരിച്ചുകൊണ്ടാണ് വന്നത്. അവർ എൻ്റെ കാതിൽ രഹസ്യം പറഞ്ഞു. മോനെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എനിക്ക് എൻ്റെ സമ്മാനം കിട്ടണം കേട്ടോ. ഇത് കേട്ട് എനിക്ക് വലിയ ആശ്വാസം തോന്നി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ഞാൻ തരും. അവൾ പറഞ്ഞു തുടങ്ങി. ഇന്നലെ ഞാൻ ആ പെൺകുട്ടിയുടെ അടുത്ത് പോയിരുന്നു. എൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ടിട്ട് അവൾ ചോദിച്ചു, അമ്മായിക്ക് എന്തു പറ്റി? എന്തിനാണിങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളെ, ഞാനൊരു ചെറുപ്പക്കാരൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? നിന്നെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞവൻ. അവൻ മരിക്കാറായി കിടക്കുന്നു. ഏതു ചെറുപ്പക്കാരൻ എന്നായി അവൾ. എൻ്റെ മോനെ പോലൊരു പയ്യൻ. ഇന്നാളൊരു ദിവസം നീ ജനൽപ്പടിയിലെ ചെടികൾ നനയ്ക്കുന്നത് അവൻ കണ്ടു. നീ എന്നെ ശകാരിച്ചെന്നറിഞ്ഞത് മുതൽ അവൻ്റെ രോഗം മൂർച്ഛിച്ചു. ഇനി ജീവിക്കുമെന്ന പ്രതീക്ഷയില്ല. അല്ലാഹു അവൻ്റെ ആത്മാവിന് ശാന്തി അരുളട്ടെ. ഇത് കേട്ട് പെൺകുട്ടി വല്ലാതായി. ഞാൻ നിമിത്തമാണോ അയാൾക്ക് ഈ ദുർഗതി വന്നത് എന്നു ചോദിച്ചു. പിന്നല്ലാതെ എന്നായി ഞാൻ. ഇനി ഇപ്പോഴെന്തു ചെയ്യാൻ എന്ന് അവൾ. കുഞ്ഞു പറയുന്നതെന്തും അനുസരിക്കാമെന്ന് ഞാനും. നിങ്ങൾ പോയി അയാളോട് പറയണം, നാളെ വെള്ളിയാഴ്ച നിസ്കാര സമയം കഴിയുമ്പോൾ ഞാനിവിടെ കാത്തു നിൽക്കുമെന്ന്. ഞാൻ വാതിൽ തുറക്കുമ്പോൾ അയാൾ അകത്ത് വരട്ടെ. എൻ്റെ മുറിയിൽ 1 മണിക്കൂർ സംസാരിച്ചിരിക്കാം. പക്ഷേ ഒരു കാര്യം, അച്ഛൻ പള്ളിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് തിരിച്ചു പോണം. അവളുടെ ഈ സന്ദേശവും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വൃദ്ധയുടെ ഈ വാക്കുകൾ കേട്ടതോടെ എൻ്റെ അസുഖമെല്ലാം മാറി. എൻ്റെ തീവ്രമായ മാനസിക വേദന അവസാനിച്ചു. ഹൃദയം ശാന്തമായി. എൻ്റെ പക്കലുണ്ടായിരുന്ന വിലപിടിച്ച തുണികൾ ആ വൃദ്ധയ്ക്ക് സമ്മാനമായി നൽകി. ഞാൻ വെള്ളിയാഴ്ചയാവാൻ കാത്തിരുന്നു. അപ്പോൾ അതാ ആ വൃദ്ധ വരുന്നു. എൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് അവൾ തിരക്കി. സുഖമായിരിക്കുന്നെന്ന് ഞാൻ മറുപടി കൊടുത്തു. ഞാൻ വസ്ത്രം മാറ്റി സുഗന്ധതൈലം പൂശി പോകാൻ തയ്യാറായി ഇരിക്കുകയാണ്. എന്നാൽ വൃദ്ധ പറഞ്ഞു, ധൃതി കൂട്ടണ്ട, സമയം ധാരാളമുണ്ട്. കുഞ്ഞിൻ്റെ മുഖം ഇപ്പോഴും രോഗിയുടേതുപോലെ ഇരിക്കുന്നു.
ക്ഷൗരം ചെയ്ത് കുളി കഴിഞ്ഞാൽ ക്ഷീണഭാവം മാറിക്കിട്ടും. അതുകൊള്ളാമെന്ന് എനിക്കും തോന്നി. ക്ഷുരകനെ വിളിക്കാൻ ഉടനെ ഒരു ഭൃത്യനെ പറഞ്ഞയച്ചു. അവൻ ഓടിപ്പോയി ക്ഷുരകനെ കൊണ്ടുവന്നു. സ്നേഹിതരെ, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ശകുനം മുടക്കിയാണ് ആ ക്ഷുരകൻ. വന്നപാടെ ക്ഷുരകൻ എന്നെ അഭിവാദ്യം ചെയ്തു. പിന്നെ അയാൾ ചോദിച്ചു, നിങ്ങളുടെ ശരീരം വല്ലാതെ മെലിഞ്ഞിരിക്കുന്നല്ലോ, എന്തുപറ്റി? എനിക്ക് സുഖമില്ലായിരുന്നു, ഞാൻ പറഞ്ഞു. പിന്നെ ക്ഷുരകൻ എന്നെ ആശീർവദിച്ചു. അള്ളാഹു അങ്ങയുടെ മേൽ അനുഗ്രഹം ചൊരിയട്ടെ, അങ്ങയുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ. നിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ഞാൻ പറഞ്ഞു. അങ്ങയുടെ നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാൻ ദൈവം സഹായിക്കട്ടെ. അതിരിക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഷേവ് ചെയ്യണോ അതോ തലമുണ്ടനം ചെയ്യണോ? ഇന്ന് നല്ല ദിവസമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ച മുടിമുറിക്കുന്നവൻ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനാകും എന്ന്. ഞാൻ പറഞ്ഞു, സംസാരം നിർത്തൂ, വേഗം തലമുണ്ടനം ചെയ്യണം. എനിക്ക് സംസാരിച്ചിരിക്കാനുള്ള ആരോഗ്യമോ സമയമോ ഇല്ല. ക്ഷുരകൻ എഴുന്നേറ്റ് പൊതിയഴിച്ചു. കത്തികളും കത്രികയും പുറത്തെടുത്തു. മുറ്റത്ത് ചെന്ന് കുറേ നേരം ആകാശത്ത് നോക്കി നിന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്, സഫർ മാസത്തിലെ 10-ാം തീയതി, ആണ്ട് ഹിജ്റ 763. വ്യാഴവും ശനിയും സന്ധിക്കുന്ന ഈ മുഹൂർത്തം മുടിവെട്ടുന്നതിന് പറ്റിയ സമയമാണ്. മാത്രമല്ല, അങ്ങ് ഇന്നൊരു യുവതിയെ സന്ദർശിക്കാൻ പോവുകയാണെന്ന് ലക്ഷണം പറയുന്നു. അതിൻ്റെ ഫലം നല്ലതോ ചീത്തയോ ആകാം. പക്ഷേ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ എന്തു സംഭവിക്കുമെന്ന് പറയാൻ ജ്യോതിഷം പഠിക്കണമെന്നില്ല. എന്തായാലും അത് ശുഭമായി കലാശിക്കില്ല. ഇതിനുശേഷം എന്തോ അപകടം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല. ഹോ, നിന്റെ ഉപദേശം കേട്ട് ഞാൻ തളർന്നു. ഹേ മനുഷ്യ, നിങ്ങളെ വിളിച്ചു വരുത്തിയത് ജാതകം നോക്കാനല്ല, മുടിവെട്ടാനാണ്. പ്രസംഗം മതി, വേഗം ജോലി തീർത്ത് സ്ഥലം വിടണം. ഞാൻ ദേഷ്യപ്പെട്ടു. അങ്ങു പറയുന്നത് പോലെ ഞാനൊരു ബാർബറാണ്. പക്ഷേ ബാർബർ മാത്രമല്ല, ബാഗ്ദാദിലുള്ളവരെല്ലാം എന്നെ അറിയും. ഞാൻ മുടിവെട്ടും, ചികിത്സിക്കും, ഭാവി പ്രവചിക്കും. എൻ്റെ പ്രവചനങ്ങളൊന്നും തെറ്റിയിട്ടില്ല. പണത്തിനു വേണ്ടിയല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്. അങ്ങയുടെ മുടി വെട്ടുന്നത് പോലും പണം മോഹിച്ചല്ല. ഒരു ചില്ലിയും തന്നില്ലെങ്കിൽ പോലും 1 വർഷക്കാലം ഞാൻ അങ്ങയുടെ മുടി വെട്ടാം. പക്ഷേ ഒരു കാര്യം, എനിക്കറിയാവുന്ന വസ്തുത, അത് ശരിയാണെങ്കിൽ മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് ശരിയല്ലേ? ഞാൻ പൊട്ടിത്തെറിച്ചു. താൻ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും, വായാടി. ഈ സമയം നേരം പുലർന്നു. ഷഹർസാദ് ഔചിത്യപൂർവം മൗനം പാലിച്ചു. അടുത്ത രാത്രി സമാഗതമായപ്പോൾ അവൾ തുടർന്നു. യുവാവ് ധൃതി കൂട്ടിയപ്പോൾ ക്ഷുരകൻ പറഞ്ഞു, അതിലാണ് താങ്കൾക്ക് തെറ്റിപ്പോയത്. ഞാൻ വായാടിയൊന്നുമല്ല. അടുത്തു പരിചയമുള്ളവർ എന്നെ മൗനിയെന്നാണ് വിളിക്കാറ്. ഞാൻ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കൂ എന്നാണ് അവരുടെ പരാതി. എൻ്റെ 6 സഹോദരന്മാരെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിരിക്കാനിടയില്ല. അവരാണെങ്കിൽ ശരിക്കും വായാടികൾ തന്നെ. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഞാൻ മാത്രമേയുള്ളൂ അവരിൽ നിന്ന് ഭിന്നമായിട്ട്. ഒരു വേലക്കാരനെ വിളിച്ച് ഞാൻ പറഞ്ഞു, 2 ദർഹം കൊടുത്ത് ഇയാളെ പറഞ്ഞേച്ചേക്ക്. ഞാനിപ്പോൾ മുടി വെട്ടുന്നില്ല. അത് കേട്ട് ക്ഷുരകൻ ചൊടിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ക്രൂരമായിപ്പോയി. ആര് കേട്ടാലും അങ്ങനെയേ പറയൂ. ഞാൻ പണത്തിനു വേണ്ടിയല്ല വന്നത്. ഷേവ് ചെയ്താൽ പോലും എനിക്ക് പണം വേണമെന്നില്ല. പിന്നെയല്ലേ വെറുതെ ചോദിക്കുന്നത്. വേണ്ട യജമാനെ, വേണ്ട, എനിക്ക് പണം വേണ്ട. എന്നെക്കുറിച്ച് അങ്ങയ്ക്ക് അറിഞ്ഞുകൂടെങ്കിലും അങ്ങയുടെ അച്ഛന് നന്നായി അറിയാം. അദ്ദേഹം ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. വളരെ നല്ല മനുഷ്യനായിരുന്നു. എനിക്ക് എന്തെല്ലാം തന്നിട്ടുണ്ടെന്നോ. ഒരു സംഭവം ഇന്നലെ നടന്നതുപോലെ തോന്നുന്നു. അങ്ങൊന്നിൻ്റെ അച്ഛൻ എന്നെ വിളിപ്പിച്ചു. ഞാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും വളരെ പേരുണ്ട്. എല്ലാവരും വലിയ ആളുകൾ. ഞാൻ നിഴൽ അളന്നു നോക്കി പറഞ്ഞു, അങ്ങുന്നേ, ഇപ്പോൾ സമയം നന്നല്ല. 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞോട്ടെ. അദ്ദേഹം അത് സമ്മതിച്ചു.
അരമണിക്കൂർ കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞു. അത്രയും നേരം എന്നോട് സംസാരിച്ചിരുന്നു. 100 ദിനാറാണ് അന്ന് എനിക്ക് തന്നത്. തന്നെ പോലെ ഒരുത്തനെ പൊറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനൊരു മണ്ടൻ തന്നെ. ക്ഷുരകൻ ചിരിച്ചു. അല്ലാഹയല്ലാതെ സർവശക്തനായ മറ്റൊരു ദൈവമില്ല. മുഹമ്മദ് ആണ് അവൻ്റെ പ്രവാചകൻ. സർവശക്തനായ ദൈവത്തിന് സ്തുതി. നിങ്ങളെ വിവേകമുള്ള ഒരുവനായാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ നിങ്ങൾ സുഖമില്ലാതിരുന്നത് കൊണ്ടായിരിക്കണം വായാടിയും ഭോഷ്കനുമായിരിക്കുന്നത്. അല്ലാഹ് പുണ്യപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദേഷ്യമടക്കുന്നവനും ക്ഷമാശീലനുമുള്ളതാണ് സ്വർഗരാജ്യം എന്ന്. എന്തായാലും നിങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്നാലും നിങ്ങൾ ധൃതി പിടിക്കുന്നതിൻ്റെയും ബഹളം വയ്ക്കുന്നതിൻ്റെയും അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ അച്ഛനോ മുത്തച്ഛനോ എന്നോട് കൂടിയാലോചിക്കാതെ ഒന്നും ചെയ്യാറില്ല. തീർച്ചയായും ഈ ചൊല്ല് സത്യമാണ്. ഉപദേശകർ സമ്മാനിക്കപ്പെടട്ടെ. ഉപദേശിക്കുന്നതിൽ ദോഷമൊന്നുമില്ല. മറ്റൊരു ചൊല്ലുകൂടി, തന്നേക്കാൾ മുതിർന്ന ഉപദേഷ്ടാവ് ഇല്ലാത്തവൻ ഒരിക്കലും ഉന്നതനാവില്ല. എന്നേക്കാൾ സർവകലാവല്ലഭനായ ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താനാകില്ല. ഞാനിതാ നിങ്ങളെ സേവിക്കാനായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. എനിക്ക് നിങ്ങളൊരു ശല്യമായി തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്തിനു ശല്യമായി തോന്നണം? എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ അച്ഛൻ എന്നോട് കാണിച്ച കാരുണ്യമോർത്ത് ഞാൻ ക്ഷമയോടെ സഹിക്കും. ദേഷ്യം കൊണ്ട് ഞാൻ അലറി. നിന്റെ ചിലക്കലൊന്ന് നിർത്തുന്നുണ്ടോ? അതെന്നെ വല്ലാതെ വെറുപ്പിക്കുന്നു. എൻ്റെ മുടി വെട്ടാനാണ് തന്നെ വിളിച്ചു വരുത്തിയത്. ഇനി ഒന്നും വേണ്ട, ഇവിടെ നിന്ന് പോയാൽ മതി. അതിനിടെ അയാൾ എൻ്റെ തലയിൽ സോപ്പ് തേച്ച് പിടിപ്പിച്ചിരുന്നു. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണെന്ന് തോന്നുന്നു. എന്നാൽ ഞാനതിൽ വിരോധം കാണിക്കുന്നില്ല. കാരണം നിങ്ങളുടെ ബുദ്ധി വികസിച്ചിട്ടില്ല. ഇപ്പോഴും ഒരു ബാലനെ പോലെയാണ്. ഞാൻ നിന്നെ തോളിലേറ്റി സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഇന്നലെ എന്നോണം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ സഹോദരാ, ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് ഈ പണിയൊന്ന് തീർത്തു തരാമോ? ഞാൻ എൻ്റെ വസ്ത്രം പിടിച്ച് അക്ഷമയോടെ വലിച്ചു. ഇത് കണ്ട് അയാൾ കത്തിയെടുത്ത് മൂർച്ച കൂട്ടാൻ തുടങ്ങി. എൻ്റെ ക്ഷമ നശിക്കുന്നതുവരെ അയാൾ തുകലിൽ കത്തി തേച്ച് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരുന്നു. പിന്നെ അയാൾ എഴുന്നേറ്റ് വന്ന് എൻ്റെ തലയുടെ ഒരു ഭാഗം ഷേവ് ചെയ്തു. പിന്നെ കൈ ഉയർത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു, എൻ്റെ പ്രഭോ, ധൃതി പിടിക്കലാണ് സാത്താൻ്റെ രീതി. സഹാനുഭൂതിയുള്ളവരുടെ രീതിയാകട്ടെ ക്ഷമാശീലവും. എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്. നിങ്ങൾക്ക് എൻ്റെ കഴിവിനെക്കുറിച്ച് അറിയില്ലെന്ന് തോന്നുന്നു. സത്യമായിട്ടും ഈ കൈ രാജാക്കന്മാർ മുതൽ കവികൾ വരെയുള്ള തലയിൽ പെരുമാറിയിട്ടുള്ളതാണ്. തൻ്റെ പരിജ്ഞാനം വെളിപ്പെടുത്താനായി അയാൾ ചില പൊട്ട ശ്ലോകങ്ങളും ചൊല്ലി. നിങ്ങൾ മുടി വെട്ടുന്നോ ഇല്ലയോ? ഞാൻ ഗർജിച്ചു. കുഞ്ഞ് ധൃതിയിലാണ് അല്ലേ? ഇപ്പോഴാണോ അത് മനസ്സിലായത്? ധൃതി നന്നല്ല. ഇത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ധൃതി പിടിച്ച് ഓരോന്ന് ചെയ്താൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അയാൾ പിന്നെയും സൂര്യനെ നോക്കി നിന്നു. നിസ്കാരത്തിന് ഇനി 3 മണിക്കൂർ കൂടിയുണ്ട്. എന്തായാലും പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് പെൺകുട്ടിയുടെ വീട്ടിൽ പോയി മടങ്ങുന്ന കാര്യം പ്രയാസമാണ്. ഞാൻ അയാളോട് പറഞ്ഞു, എനിക്ക് ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ വിരുന്നിന് പോകണം. സമയം വൈകി. ഓ, പറഞ്ഞത് നന്നായി. പെട്ടെന്നോർത്തതുപോലെ ക്ഷുരകൻ പറഞ്ഞു, എനിക്കും ഒരു വിരുന്നൊരുക്കാനുണ്ട് ഇന്നു രാത്രി. സ്നേഹിതന്മാരെയൊക്കെ ക്ഷണിച്ചു, പക്ഷേ ഒന്നും തയ്യാറായിട്ടില്ല. അതോർത്ത് വിഷമിക്കേണ്ട, ഞാൻ പറഞ്ഞു. ഞാനൊരു സൽക്കാരത്തിന് പോവുകയാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ സ്വന്തം ജോലി വേഗം തീർക്കുക. എന്നെ മുണ്ടനം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ടാക്കിയിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് തരാം. അയാൾ മറുപടി നൽകി, അല്ലാഹ് നിങ്ങൾക്ക് അതിന് പ്രത്യുപകാരം നൽകും. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട്? അതിനനുസരിച്ച് എനിക്ക് കൂട്ടുകാർക്കുള്ള വിരുന്ന് തയ്യാറാക്കാമല്ലോ. ഞാൻ പറഞ്ഞു, 5 പ്ലേറ്റ് ഇറച്ചി, 10 കോഴി പൊരിച്ചത്, ആട്ടിറച്ചി വറുത്തത്. എനിക്ക് നന്ദി പറഞ്ഞ് ആ നന്ദി കെട്ടവൻ പിന്നെയും കുറേ സമയം കളഞ്ഞു. മധ്യാഹ്ന നമസ്കാരത്തിനുള്ള ബാങ്ക് വിളി മുഴങ്ങി. എനിക്ക് വേവലാതിയായി. വേഗം ജോലി തീർത്ത് എന്നെ വിടൂ എന്ന് ഞാൻ വീണ്ടും അപേക്ഷിച്ചു. എൻ്റെ സ്നേഹിതൻ കാത്തിരുന്ന് മുഷിഞ്ഞു കാണും.
അത് വെറുതെ പറയുന്നതാണ്. അങ്ങൊരു സ്ത്രീയെ കാണാൻ പോവുകയല്ലേ? എന്നോടൊന്നും ഒളിക്കണ്ട. പക്ഷേ ഇത്തരം ഏർപ്പാടുകൾ ഒറ്റയ്ക്ക് നടത്തുന്നത് ശരിയല്ല. വല്ല അപകടവും പിണഞ്ഞാലോ? ഞാൻ കൂടെ വരാം. ഇവയൊക്കെ ഒന്ന് വീട്ടിലെത്തിച്ചിട്ട് ഇതാ വന്നു കഴിഞ്ഞു. ഒരുവിധം ജോലി തീർത്ത് അയാൾ പോയി. ഞാൻ ധൃതിയിൽ കുളിച്ച് തയ്യാറായി അവളുടെ വീട്ടിലേക്ക് ഓടി. ആ ചെകുത്താൻ വരുന്നതിന് മുമ്പ് അങ്ങ് എത്തണം. പക്ഷേ കുറേ ദൂരം ചെന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ട് ആ നശിച്ച ക്ഷുരകൻ പതുങ്ങി പതുങ്ങി പിന്നാലെ വരുന്നു. ഞാൻ വേഗം നടന്നു. പെട്ടെന്ന് അവളുടെ വീടിനകത്ത് കയറി കതകടച്ചു. അവൾ എന്നെ കാത്തു നിന്നിരുന്നു. ഞങ്ങൾ മുകളിലത്തെ നിലയിലേക്ക് പോയി. ഞങ്ങൾ മുറിയിൽ കടന്നതും താഴെ വാതിൽ തുറന്ന് ന്യായാധിപനും സിൽബന്ദികളും വീട്ടിൽ പ്രവേശിച്ചതും ഒപ്പമായിരുന്നു. ജനാല വഴി ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ തെരുവിൽ ക്ഷുരകൻ നിൽക്കുന്നത് കണ്ടു. അച്ഛൻ വന്നെന്നറിഞ്ഞിട്ടും എൻ്റെ കാമുകി പതറിയില്ല. അവളെ കാണാൻ അച്ഛൻ മുകളിൽ വരാറില്ലെന്നും ഒളിച്ചിരിക്കാൻ അവിടെ ധാരാളം സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് അവളെനിക്ക് ധൈര്യം പകർന്നു. എന്നിട്ടും ഭാഗ്യം എന്നെ കടാക്ഷിച്ചില്ല. ന്യായാധിപൻ ഒരടിമപ്പെണ്ണിനെ ഏതോ തെറ്റു ചെയ്തതിന് കുറെ തല്ലുകൊടുത്തു. അവൾ ഉറക്കെ കരഞ്ഞു. മറ്റൊരു നീഗ്രോ ഓടി വന്ന് അവൾക്ക് വേണ്ടി വാദിച്ചു. അവനും കിട്ടി തല്ല്. രണ്ടുപേരുടെയും നിലവിളി തെരുവിൽ നിന്ന ക്ഷുരകൻ കേട്ടു. എന്നെയാണ് തല്ലുന്നതെന്ന് അവൻ വിചാരിച്ചു. അവൻ വിളിച്ചു കൂവി, ഓടിവരണേ, എൻ്റെ യജമാനെ തല്ലിക്കൊല്ലുന്നേ, രക്ഷിക്കണേ. പിന്നെ ഉറക്കെ കരഞ്ഞുകൊണ്ട് അയാൾ എൻ്റെ വീട്ടിലേക്ക് ഓടി. ആളുകൾ അയാളുടെ പിന്നാലെയും. ഇക്കാര്യം അയാൾ എൻ്റെ വീട്ടുകാരെയും വേലക്കാരെയും അടിമകളെയും അറിയിച്ചു. ബന്ധുക്കളും ഭൃത്യന്മാരും വഴിപോക്കരും അടങ്ങിയ ഒരു വലിയ സംഘം വടിയും മറ്റായുധങ്ങളുമായി ക്ഷുരകന്റെ നേതൃത്വത്തിൽ എന്നെ രക്ഷിക്കാൻ ഓടി വന്നു. ബഹളം കേട്ട് ന്യായാധിപൻ ജനാല തുറന്നു നോക്കി. പുറത്ത് വലിയൊരാൾക്കൂട്ടം. അവർ വാതിലിൽ ഇടിക്കുകയും തൊഴിക്കുകയുമാണ്. കൂടുതൽ അക്രമാസക്തമാവുന്നതിന് മുമ്പ് അദ്ദേഹം വാതിൽ തുറന്നു. എന്താണ് കൂട്ടരെ നിങ്ങളുടെ പരാതി എന്ന് ചോദിച്ചു. നിങ്ങൾ ഞങ്ങളുടെ യജമാനെ കൊന്നോ? എൻ്റെ ഭൃത്യന്മാർ ചോദിച്ചു. ആരാണ് നിങ്ങളുടെ യജമാനൻ? അദ്ദേഹത്തിന് ഞാനെന്തിനു കൊല്ലണം? ഈ സമയം നേരം പുലർന്നത് കണ്ട ഷഹ്റസാദ് മൗനം പാലിച്ചു. അടുത്ത രാത്രി സമാഗതമായപ്പോൾ അവൾ വീണ്ടും കഥ തുടർന്നു. ന്യായാധിപൻ എൻ്റെ വേലക്കാരോട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ യജമാനെ കൊല്ലാൻ മാത്രം എന്താണ് എന്നോട് ചെയ്തത്? ഇതെൻ്റെ വീടാണ്. അപ്പോൾ ക്ഷുരകൻ പറഞ്ഞു, ഇയാൾ അദ്ദേഹത്തെ അടിച്ചു. കരച്ചിൽ ഞാൻ കേട്ടതാണ്. എന്നാൽ അയാൾ എന്തു ചെയ്തിട്ടാണ് ഞാൻ അയാളെ അടിച്ചത്? എന്തിനാണ് അയാൾ എൻ്റെ വീട്ടിൽ വന്നത്? ഇത്രയും ക്രൂരനാവരുത്, ക്ഷുരകൻ അലറി. കാരണം എനിക്ക് മുഴുവൻ കഥയും അറിയാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ പുത്രി അയാളുമായി പ്രേമത്തിലാണ്. അയാൾ അവളെയും പ്രേമിക്കുന്നു. അയാൾ വീടിനുള്ളിൽ പ്രവേശിച്ചെന്നറിഞ്ഞപ്പോൾ നിങ്ങൾ വേലക്കാരോട് അയാളെ മർദ്ദിക്കാനായി കൽപ്പന നൽകി. അവർ അതനുസരിച്ചു. ഉടനെ ഞങ്ങളുടെ യജമാനെ വിട്ടുതരണം, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ പിടിച്ചുകെട്ടി ഖലീഫയുടെ അടുത്ത് കൊണ്ടുപോകും. അവിടെ വെച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം. ന്യായാധിപന് ഉത്തരം മുട്ടി. തൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞു കേട്ട അപവാദം അദ്ദേഹത്തെ നിർവീര്യനാക്കി. അദ്ദേഹം ക്ഷുരകനോട് പറഞ്ഞു, നിങ്ങൾ സത്യമാണോ പറയുന്നത്? നിങ്ങൾക്ക് ഉള്ളിൽ വന്ന് അയാളെ പിടിച്ചുകൊണ്ടുവരാം. അത് കേട്ട ഉടനെ ക്ഷുരകൻ ഓടിച്ചെന്ന് വീട്ടിനുള്ളിൽ കയറി. ഇത് കണ്ടപ്പോൾ രക്ഷപ്പെടാനുള്ള വല്ല മാർഗവുമുണ്ടോ എന്ന് ഞാൻ ചുറ്റും നോക്കി. എന്നാൽ യാതൊരു സ്ഥലവും ഒളിച്ചിരിക്കാനായി ഞാൻ കണ്ടില്ല. ഞാൻ ഇരുന്ന മുറിയിൽ വലിയൊരു പെട്ടി ഞാൻ കണ്ടിരുന്നു. ഉടനെ അതിനുള്ളിൽ ഞാൻ കയറിയിരുന്നു. പിന്നെ അത് മൂടിവെച്ച് നിശബ്ദനായി ഇരുന്നു. ക്ഷുരകൻ ആ മുറിയിൽ വന്ന് എന്നെ തിരഞ്ഞു നടന്നു. ഇടതും വലതും പരിശോധിച്ച ശേഷം എൻ്റെ നേരെ വന്ന് ആ പെട്ടിയെടുത്ത് തലയിൽ വെച്ച് കഴിയാവുന്നത്ര വേഗം നടന്നു. എൻ്റെ വിവേകം നഷ്ടപ്പെട്ടതുപോലെ തോന്നി. കാരണം അയാൾ എന്നെ വിടുകയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ധൈര്യം സംഭരിച്ച് പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് ചാടി. വീഴ്ചയിൽ എൻ്റെ കാല് പൊട്ടി. തുറന്നു കിടക്കുന്ന വാതിലിലൂടെ വലിയൊരു പുരുഷാരം ഉള്ളിലേക്ക് നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ എൻ്റെ പോക്കറ്റിൽ ധാരാളം സ്വർണ്ണ നാണ്യങ്ങളും കുറച്ച് വെള്ളി നാണ്യങ്ങളും വെച്ചിരുന്നു. ഇതുപോലുള്ള കഷ്ടകാലത്ത് ഉപയോഗിക്കാൻ വേണ്ടി. എന്നിൽ നിന്നും അവരുടെ ശ്രദ്ധ തിരിക്കാനായി ഞാൻ പണം അവർക്ക് നേരെ എറിഞ്ഞുകൊടുത്തു. അവർ അതിനുവേണ്ടി കടിപിടി കൂടുന്ന നേരത്ത് ഞാൻ പരമാവധി വേഗത്തിൽ പുറത്തേക്കോടി. തെരുവുകളും ഇടവഴികളും താണ്ടി കുറേ ദൂരം ചെന്നപ്പോൾ
പിന്നിൽ ക്ഷുരകന്റെ ശബ്ദം കേട്ടു. അള്ളാഹു രക്ഷിച്ചു. എൻ്റെ യജമാനെ കണ്ടുകിട്ടി. ദുഷ്ടന്മാർ ഇദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഞാനാണ് രക്ഷിച്ചത്. എന്നിട്ടുറക്കെ വിളിച്ചു, യജമാനെ, ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു. അവർ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയേനെ. അറിവുള്ളവർ പറയുന്നത് കേൾക്കണം. ഇനി എന്തിനാ ഓടുന്നത്? നിൽക്കണേ, ഞാനും വരുന്നു. ഞാൻ തിരിഞ്ഞു നിന്ന് കോപത്തോടെ അയാൾക്കു നേരെ പൊട്ടിത്തെറിച്ചു. മതിയായില്ലേ നിങ്ങൾക്ക്? എനിക്ക് ഇത്രയും വിഷമം വരുത്തി വെച്ചത് പോരെ? ഇനി പിന്നാലെ ഓടി നടന്ന് തെരുവിലുള്ളവരെ മുഴുവൻ ഇതറിയിക്കണോ? പിന്നെ ബസാറിൻ്റെ നടുവിലുള്ള ഒരു നെയ്ത്തുകാരൻ്റെ കടയിൽ അഭയം പ്രാപിച്ച് കടയുടമയുടെ സംരക്ഷണം തേടി അയാൾ ക്ഷുരകനെ ഓടിപ്പിച്ചു വിട്ടു. പിന്നിലെ ഒരു മുറിയിൽ ഇരുന്ന് ഞാൻ ആത്മഗതമായി പറഞ്ഞു, വീട്ടിലേക്ക് മടങ്ങിയാൽ ഈ നശിച്ച ക്ഷുരകനിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അയാൾ എപ്പോഴും എന്നോടൊപ്പം വരും. ഒരു നിമിഷം പോലും അയാളെ എനിക്ക് സഹിക്കാൻ കഴിയില്ല. കടയുടമസ്ഥനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. എൻ്റെ കാല് സുഖമാകുന്നതുവരെ അവിടെ താമസിക്കാൻ അനുവാദം ചോദിച്ചു. കാലിലെ മുറിവ് ഭേദമായി നടക്കാമെന്നായപ്പോൾ കിട്ടാവുന്നിടത്തോളം പണം സ്വരൂപിച്ച് ഞാൻ നാടുവിട്ടു. അങ്ങനെ നിങ്ങളുടെ പട്ടണത്തിൽ താമസിക്കാനായി ഞാൻ വന്നു. ഇവിടെ കുറച്ചുകാലമായി താമസിക്കുന്നു. പിന്നെ നിങ്ങളെന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഇവിടെ എത്തി. പക്ഷേ ഞാൻ ആദ്യം കണ്ട കാഴ്ച ഈ നശിച്ച അസ്ത്രീകർത്തയാണ്. ഇത്ര കഷ്ടതകൾ എനിക്ക് വരുത്തിവെച്ച ഒരു വ്യക്തിയോടൊപ്പം സന്തോഷത്തോടെ കൂട്ടുകൂടാൻ എനിക്ക് എങ്ങനെയാണ് കഴിയുക? എന്നെ സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഓടിപ്പോരാൻ ഇടവരുത്തിയതും എൻ്റെ കാലൊടിയാൻ കാരണഭൂതനായതും ഇയാളാണ്. ഇത്രയും പറഞ്ഞ് മുടന്തൻ യുവാവ് ക്ഷമാപണത്തോടെ ഞങ്ങളോട് യാത്ര പറഞ്ഞു. അതുവരെ ഒന്നും മിണ്ടാതിരുന്ന ക്ഷുരകനോട് ഞങ്ങൾ ചോദിച്ചു, ആ യുവാവ് പറഞ്ഞത് സത്യമാണോ? നിങ്ങളയാളെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിച്ചത്? ക്ഷുരകൻ മറുപടി നൽകി, ഞാനുണ്ടായിരുന്നതുകൊണ്ടാണ് അധികം കുഴപ്പങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ അവസാനിച്ചത്. ഞാനില്ലായിരുന്നെങ്കിൽ അയാൾ ചത്തുപോയേനെ. ഞാൻ കാരണം മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത്. ഇപ്പോൾ കാലു മാത്രമേ ഒടിഞ്ഞുള്ളൂ, അല്ലെങ്കിൽ ജീവിതം തന്നെ നഷ്ടപ്പെട്ടേനെ. ഞാനൊരു വായാടിയായിരുന്നെങ്കിൽ ഇപ്രകാരം ദയാവായ്പോടെ അയാളോട് പ്രവർത്തിക്കില്ലായിരുന്നു. എനിക്ക് സംഭവിച്ചൊരു കഥ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ സഹോദരന്മാരെക്കാൾ വ്യത്യസ്തനായ ഒരു മിതഭാഷിയാണ് ഞാനെന്ന്. അങ്ങനെ ക്ഷുരകൻ തൻ്റെ കഥ പറയാൻ തുടങ്ങി.